ശ്രീ ജോഷി ജോസഫ് ചേരുന്നു, സംവിധായകൻ. ജോഷി ജോസഫ് ആ പരാതിയിൽ തന്നെ കൃത്യമായി പറയുന്നു, ആസ് ഐ വാസ് നോട്ട് ഗിവൺ എന്താണ് മൈ ബിറ്റർ എക്സ്പീരിയൻസ് വാസ് ഷെയർഡ് ഓൺ ദ നെക്സ്റ്റ് ഡേ ടു സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ ജോഷി ജോസഫ്. ആസ് ഐ വാസ് നോട്ട് ഗിവൺ ദ ട്രാവലിംഗ് ടിക്കറ്റ് ഫോർ മൈ റിട്ടേൺ ജേർണി ഐ വാസ് കമ്പൾഡ് ടു സീക്ക് ദ ഹെൽപ്പ് ഓഫ് ശ്രീ ജോഷി ജോസഫ്. താങ്കൾ അപ്പോൾ അത് പരാതിയിലേക്ക് വരുമ്പോൾ ഒരു പ്രധാന സാക്ഷി എന്ന നിലയ്ക്ക് താങ്കൾ വരികയാണ്. സാക്ഷി എന്ന നിലയ്ക്ക് താങ്കൾക്കറിയാവുന്ന കാര്യങ്ങൾ പോലീസിനോട് പറയും അല്ലേ ശ്രീ ജോഷി ജോസഫ്? തീർച്ചയായിട്ടും പറയേണ്ടതാണല്ലോ. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ശ്രീലേഖ മിത്ര ഒരു പരാതിയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഏറ്റവും ശ്രീലേഖ പറഞ്ഞിരുന്നു, എന്നെ അത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടൊന്നുമില്ല, എനിക്കുണ്ടായ അനുഭവം ഞാൻ പുറത്തു പറഞ്ഞു, മലയാള സിനിമയ്ക്ക് നഷ്ടമുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, മലയാളത്തോട് ബഹുമാനമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലാരിറ്റിയോടെ അന്തസ്സോടെ ആദ്യഘട്ടത്തിൽ നിലപാട് സ്വീകരിച്ചതാണ്. ശ്രീലേഖയുടെ ഒരു ആവശ്യം തെറ്റ് ചെയ്തു എന്ന് രഞ്ജിത്ത് സമ്മതിക്കണം, അത് ഏറ്റവും തികഞ്ഞ ന്യായമായ ആവശ്യമായിരുന്നു. ആ ആവശ്യം നിറവേറിയിരുന്നുവെങ്കിൽ ആ പരാതിയിലേക്ക് പോകുമായിരുന്നില്ല കാര്യങ്ങൾ, അല്ലേ ശ്രീ ജോഷി? എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം ഒരു സോഫ്റ്റ് പെഡലിംഗ് ഉണ്ടായത് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എഴുതി കൊടുക്കാനായിട്ട് എത്ര സമയം പിടിക്കും ഒരു ഇമെയിൽ അയക്കാൻ? പക്ഷേ സ്വാഭാവികമായിട്ടും ബലം പിടിച്ച് ഉള്ള ഒരു സമീപനമാണ് ഞാൻ കണ്ടത് മറുഭാഗത്തു നിന്നും. ഒന്ന്. രണ്ട്, പകുതി സത്യമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് ആരോപണം എന്ന രീതിയിൽ നിർത്താൻ കഴിയില്ലല്ലോ. ഒരിക്കൽ പകുതി സത്യം എന്ന് പറഞ്ഞും ഞാൻ നിയമ നടപടികൾ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു കോൺസിക്വൻസ് ആണ് ഇത്. ചോദിച്ചു വാങ്ങിയ അടിയാണ് എന്നാണ് ഞാൻ പറയുക. ഈ പശ്ചിമബംഗാളിലെ അഭിനേത്രി ഒരു ലോങ് റോപ്പ് എന്തായാലും വിട്ടു കൊടുക്കുകയായിരുന്നു. പക്ഷെ അവരെ ഇങ്ങനെ പ്രഷറൈസ് ചെയ്തു, സർക്കാർ സംവിധാനങ്ങൾ വേണം, പരാതി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ രഞ്ജിത്ത് അങ്ങോട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ അത് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ മാന്തി പുണ്ണാക്കി ജോഷി ജോസഫ് എന്നും വേണേൽ പറയാം. അതെ, അത് തന്നെയാണ്. അത് നമ്മളുടെ അതായത് ഇനിയിപ്പോ ഞാൻ പേരുകൾ പറയുന്നില്ല, കാരണം ഇതിന്റെ ഒരു സംവാദത്തിന്റെ ലെവൽ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ ഇതൊരു നമ്മൾ നിയമത്തിന്റെ കണ്ണിലൂടെയും നിയമത്തിന്റെ കാതലിലൂടെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കലാകാരന്മാരാണ് എന്ന് അഹങ്കരിക്കുകയും എന്നാൽ ഒരു തെരുവ് ഗുണ്ടയുടെ ഭാഷയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെയാണ് ചെയ്തത്. ഞാൻ കണ്ട ശ്രീലേഖയുടെ പെരുമാറ്റത്തിൽ, അതായത് ഇന്ന് മനോരമയുടെ ന്യൂസിൽ പോലും ഞാൻ വായിച്ചത്, അതായത് മനോരമയുടെ ലേഖകൻ ഇന്നലെ അവരോട് സംസാരിച്ചാണ് അവിടെ ജാദവ്പൂർ യൂണിവേഴ്സിറ്റിയിൽ പോയി. അവർ സംസാരിച്ചത് അവര് എഴുതി കൊടുക്കുന്നില്ല, കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെയാണല്ലോ. കേസല്ല കൊടുത്തിട്ടുള്ളത്, പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെയാണ്. ഇന്നിപ്പോൾ പരാതി കൊടുക്കാൻ 4 മണിക്കാണ് അത് മെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സംഭവ വികാസങ്ങളും ഈ ഗുണ്ടാ ഭാഷയുമാണ് ഈ രീതിയിലേക്ക് മാന്തി പുണ്ണാക്കി മാറ്റി. എക്സാക്ട്ലി. താങ്ക് യു ശ്രീ ജോഷി ജോസഫ്.